മലയാളത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷനിൽ നിന്നും ശരിയായ പദം എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. യാദൃച്ഛികം. അപ്പോൾ അതിനകത്ത് വരുന്നതിൽ ഓപ്ഷൻ സി ആണ് ശരിയായത്. യാ, പിന്നെ സാധാ ദ, ച, ചായ ഇട്ടിട്ട് കം, യാദൃച്ഛികം. ശരിയായ വാക്യം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണം. അധ്യാപകൻ പഠിപ്പിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. ഉത്തരം ബി ആണ്. ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. ഡിയിലേക്ക് മിസ്റ്റേക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹർ മദർ. ഉചിതമായ മലയാള പരിഭാഷ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹർ മദർ. ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്. ഓപ്ഷൻ സി. ഒറ്റപ്പദം എഴുതുക. പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതാണ് വിവക്ഷിതം ആണ് കേട്ടോ. പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പായും വായും ഓർത്ത് വെച്ചേക്കുക. അതിൽ തന്നെ വിവക്ഷിതം ആണ്. വിവക്ഷിതം. കഴുത്ത് എന്നർത്ഥം വരുന്ന പദം കന്ധരമാണ്. ഓപ്ഷൻ ബി ആണ്. വിപരീത പദം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 6. അഗ്രജൻ. ഓപ്ഷൻ ഡി ആണ്. അവരജൻ ആണ് കറക്റ്റ് ആൻസർ. അഗ്രജൻ, അവരജൻ. 7. ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കിണറ്റിലെ തവളയാണ്. ലോകസ്ഥിതി അറിയാത്തവർ, കിണറ്റിലെ തവള. ഓപ്ഷൻ ബി. 8th ക്വസ്റ്റ്യൻ. സ്ത്രീലിംഗം എഴുതുക. നേതാവ്. 8 ഓപ്ഷൻ ഡി ആണ്. നേത്രി. 9th ക്വസ്റ്റ്യൻ. രാജ്യം പ്ലസ് എ ചേർത്തെഴുതുക. രാജ്യത്തെ. ഓക്കെ, രാജ്യത്തെ. 10th. അവൻ പിരിച്ചെഴുതുക. ആ പ്ലസ് അൻ. ഓക്കെ, അവൻ എന്നുള്ളത് ആ പ്ലസ് അൻ, അവൻ. 11th ക്വസ്റ്റ്യൻ. വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ്. 11th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്. വിദ്യുത് പ്ലസ് ശക്തിയാണ്. വിദ്യുത് പ്ലസ് ശക്തി. 12th ക്വസ്റ്റ്യൻ. ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം. ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്. ഓപ്ഷൻ ഡി ഭവതി. ഭവാൻ. ഭവാൻ എന്നുള്ളത് ഭവതി. ഭവതി തായാണ് വരുന്നത്. ഭവതി. ഓപ്ഷൻ ഡി. 13th. ഖണ്ഡനം എന്നതിൻ്റെ വിപരീത പദമാണ്. സി. മണ്ഡനമാണ്. ഖണ്ഡനം, മണ്ഡനം. 14th. അടിവരയിട്ട പദം ശരിയായി പ്രയോഗിച്ച വാക്യമാണ് ചോദിച്ചേക്കുന്നത്. ഈ ഹാർദമായി എന്നുള്ള വാക്കാണ്. അത് ശരിയായത് ഏത് സെൻറ്റൻസിലാണെന്ന് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് 2 എന്നുള്ളതാണ്. യോഗത്തിനെത്തിയവരെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നുള്ളതാണ്. ഹാർദമായി. 15th ക്വസ്റ്റ്യൻ. വൃഷ്ടി എന്നതിൻ്റെ വിപരീത പദം. 15th ക്വസ്റ്റ്യൻ. ബി. സമഷ്ടിയാണ്. ഓപ്ഷൻ ബി. വൃഷ്ടി, സമഷ്ടി. 16th. ഋഷിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്ന പദമാണ് ചോദിച്ചേക്കുന്നത്. സി. ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. 17th. അധരവ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം. വെറുതെയുള്ള സംസാരം എന്നുള്ളതാണ് അധരവ്യായാമം
വെറുതെയുള്ള സംസാരം. 18th ആമയുടെ പര്യായം അല്ലാത്ത ശബ്ദമാണ് എടുത്തെഴുതേണ്ടത്. ഓപ്ഷൻ ഡി ആണ്, വാരണം. ബാക്കിയെല്ലാം ആമയുടെ പര്യായങ്ങളാണ്. കശപം, കൂർമ്മം, കമഠം. അപ്പം അല്ലാത്തത് വാരണം. 19th ആ പ്ലസ് അഖം എന്നത് ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്, അനഘം എന്നാണ്. ആ പ്ലസ് അഖം, അനഘം. 20 പാമ്പ് എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന പദമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പാമ്പ് ഉരകമാണ്, ഉരകം, സി. 21 താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി എഴുതിയിരിക്കുന്നത്. 21 ഡി ആണ്, സ്ഫുടം എന്നുള്ളതാണ്. സ്ഫുടം. ശൃംഖലയും സൃഷ്ടാവ് സാഷ്ടാംഗമൊക്കെ തെറ്റാണ്. 22 പടലപ്പിണക്കം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂട്ടത്തോടെയുള്ള പിശകാണ് പടലപ്പിണക്കം. കൂട്ടത്തോടെയുള്ള പിശക്.